പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. തെക്കൻ ലെബനിലെ സിഡോൺ നഗരത്തിലെ ഐൻ അൽഹിൽവയിലെ ക്യാമ്പിലാണ് ആക്രമണം ഉണ്ടായത്. വ്യോമാക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ക്യാമ്പിനകത്തുള്ള ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിനായി ആ സ്ഥലം ഉപയോഗിച്ചിരുന്നുവെന്നും ഹമാസ് പ്രവർത്തിക്കുന്നിടത്തെല്ലാം അവർക്കെതിരെ നടപടി തുടരുമെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു. അതിനിടെ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇസ്രയേൽ കസ്റ്റഡിയിൽ മരിച്ചത് 94ഓളം പലസ്തീനികളെന്ന് ഇസ്രയേൽ മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട്. ഇതിൽ തടവുകാരും ബന്ദികളും ഉൾപ്പെടുന്നുവെന്നും ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇസ്രയേൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹമാസ് ഇസ്രയേൽ ആക്രമണം നടത്തിയ 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം നടന്ന 2025 ഓഗസ്റ്റ് 31 വരെയുള്ള കണക്കുകളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 10 വർഷത്തിനു മുമ്പ് ഇസ്രയേൽ കസ്റ്റഡിയിൽ മരണമടഞ്ഞത് 30ഓളം പലസ്തീനികളാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം നിയമാനുസൃതമായി മാത്രമാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ പ്രിസൺ സർവീസ് പറയുന്നത്. ഇസ്രയേൽ ജയിലുകളിൽ വ്യവസ്ഥാപിതമായ കൊലപാതകങ്ങളും മറച്ചുവെക്കലുകളും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. മറ്റുള്ളവരുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നാണ് ഇസ്രയേൽ പ്രിസൺ സർവീസിന്റെ പ്രതികരണം. നിയമാനുസൃതമായാണ് എല്ലാ ജയിൽ പുള്ളികളെയും പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് അർഹതപ്പെട്ട ആരോഗ്യ സംരക്ഷണം, വൃത്തി, മതിയായ മറ്റ് ജീവിത സാഹചര്യങ്ങൾ എന്നിവ കൃത്യമായ സ്റ്റാഫുകൾ നടപ്പാക്കുന്നുണ്ടെന്നും ഇസ്രയേൽ ജയിൽ അധികൃതർ BBC-യോട് പ്രതികരിച്ചു. മതിയായ കുറ്റങ്ങളൊന്നും ചുമത്താതെ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി പേരെ ഇസ്രയേൽ തടവിലാക്കിയിരുന്നു. സുരക്ഷാ തടവുകാർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തടവിലാക്കപ്പെട്ട പലസ്തീനികൾ നേരിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇസ്രയേൽ ആരോപിക്കുന്നു. തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കുള്ള ഇടപെടലടക്കം ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, കസ്റ്റഡിയിലുള്ള പലസ്തീനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ റെഡ് ക്രോസിനടക്കം നൽകുന്ന നടപടിയും ഇസ്രയേൽ അധികൃതർ അവസാനിപ്പിച്ചിട്ടുണ്ട്. ബന്ദികളായവർ നൽകിയ സാക്ഷിമൊഴി, ഇവരുടെ ബന്ധുക്കളും അഭിഭാഷകരും നൽകിയ പ്രസ്താവന, മറ്റു മനുഷ്യാവകാശ സംഘടനകളുടെ രേഖകൾ, ചില ആളുകളെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 2 വർഷത്തിനിടയിൽ മരിച്ച 52 പേർ സൈനിക ജയിലിൽ കഴിഞ്ഞിരുന്നവരാണ്. ബാക്കി 42 പേർ ഇസ്രയേൽ പ്രിസൺ സർവീസിന് കീഴിലുള്ള സിവിലിയൻ ജയിലിലാണ് മരിച്ചത്. ശാരീരികമായി ഉണ്ടായ അതിക്രമം, ചികിത്സ നിഷേധിക്കൽ എന്നിവയോ ഇത് രണ്ടുമോ ആണ് തടവുകാരുടെ മരണത്തിനിടയാക്കിയത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഗാസയിലെ തെയ്മാൻ സൈനിക ജയിലിലാണ് ഏറ്റവും കൂടുതൽ പലസ്തീനികൾ മരണമടഞ്ഞത്. ഇവിടെ മരിച്ചവരുടെ എണ്ണം 29 ആണ്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ മൂർച്ചയേറിയ വസ്തുകൊണ്ട് പലസ്തീൻ തടവുകാരന്റെ മലദ്വാരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് 5 ഇസ്രയേലി സൈനികർക്കെതിരെ നടപടിയും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇത്തരം പ്രവർത്തികൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ അടിച്ചമർത്തുന്ന പ്രവണതയാണ് നിലവിലുള്ളത് എന്ന് മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം രേഖകളിൽ ഉള്ളതിനേക്കാൾ അധികമായിരിക്കുമെന്നാണ് നിഗമനം. ഗാസയിൽ നിന്ന് അടക്കം പിടികൂടിയ പലസ്തീനികൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നുവെന്ന വാദമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജയിലിൽ മരിച്ച പലസ്തീനികളിൽ പല രോഗങ്ങൾ ബാധിച്ചവരും പരിക്കേറ്റവരും ഉണ്ടെന്നും എല്ലാ മരണങ്ങളിലും സൈനിക പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നുമാണ് IDF-ന്റെ പ്രതികരണം. കൂടാതെ ഹമാസിനെ ഏതുവിധേനയും നിരായുധീകരിക്കുമെന്നും ആവർത്തിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അനായാസമോ കഠിനമായതോ ആയ മാർഗത്തിലൂടെയാണ് അത് സാധ്യമാക്കുകയെന്നും നെതന്യാഹു ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഗാസയെ സൈനിക മുക്തമാക്കുമെന്നും പ്രതിവാര മന്ത്രിസഭാ യോഗത്തിൽ നെതന്യാഹു കൂട്ടിച്ചേർത്തു. യുദ്ധാനന്തര പുനർനിർമ്മാണം, സാമ്പത്തിക വീണ്ടെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഗാസയിൽ സമാധാന ബോർഡ് സ്ഥാപിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കുന്ന UN സുരക്ഷാ സമിതി പ്രമേയത്തിന്റെ വോട്ടെടുപ്പിന് 1 ദിവസം മുൻപാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. 20 പദ്ധതിയിലും മറ്റെന്തിലായാലും ഈ പ്രദേശം സൈനിക മുക്തമാക്കും, ഹമാസിനെ നിരായുധരാക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് പ്രസിഡന്റ് ട്രംപും പറഞ്ഞതെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. വെടിനിർത്തലിനായുള്ള ട്രംപിന്റെ 20 ഘട്ട പദ്ധതി ഗാസയെ സൈനിക മുക്തമാക്കാനും ഹമാസ് നിരായുധരാകുമെന്നും ഉറപ്പു നൽകാനും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ ഹമാസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് എവിടെയും പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനോടുള്ള ഇസ്രയേലിന്റെ എതിർപ്പിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിനോട് പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാരോപിച്ച തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബസാലെൽ സ്മോട്രിച്ച് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷി അംഗങ്ങളിൽ നിന്ന് നെതന്യാഹുവിന് വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഇതിന് മറുപടിയായാണ് പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലുള്ള എതിർപ്പിനെക്കുറിച്ച് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ ആവർത്തിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.